ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ നിതിൻ ചമ്മാശ്ശേരി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ, ഒരു ചെറിയൊരു ഫിഷിംഗ് പോണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്, അതായത് ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ വേ ഓഫ് മെത്തേഡ്, വർക്കിംഗ് മെത്തേഡ് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ബാക്ക്. അത് നമ്മൾ കുഴിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ട് കുഴിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. Okay, me? കണ്ടപ്പോൾ നല്ല സിമ്പിളായിട്ട് കുഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുഴിച്ചുടങ്ങിയപ്പോൾ കാണാമല്ലോ, അത്ര ഈസി അല്ലെന്ന് മനസ്സിലായത്. ഏരിയ കൽപ്പിടറക്കി ഇടിച്ച് ലെവലരിച്ചാണ് സ്ഥലം കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് അങ്ങോട്ട് കുഴിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. മാത്രമല്ല മരങ്ങളുടെ വേരും ഇറങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് മഴയും പെയ്തു വിടും. അപ്പോൾ കൽപ്പിട് നല്ല ഉറച്ചു പോയി. അപ്പോൾ ഒരു ഇത്തിരി പണിയാണ്. നമ്മൾ 2 വെട്ടുമുഴുക്കും കിടന്ന് കിടക്കുകയാണ്. എന്നാലും നമ്മൾ ആദ്യം വീഡിയോയിൽ മാർക്ക് ചെയ്ത രീതിയിൽ കുഴിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഏകദേശം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഒരു ഷേപ്പിനോട് അടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മളൊരു ചെറിയൊരു മുട്ടി കഷ്ണമൊക്കെ എടുത്ത് അടിച്ച് ലെവൽ ചെയ്യണം. കുറച്ച് മെനക്കെട്ടിരുന്ന് ചെയ്യണത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞാൻ അപ്പച്ചനും കൂടിയാണ് ഇത് ചെയ്തത്. കാരണം എൻ്റെ സൈഡൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ബ്രിക്കൊക്കെ വെച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അപ്പച്ചൻ അത് നമ്മൾ കുഴിച്ച് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഇരിക്കാനൊക്കെ വയ്യാത്തതാണ്, എന്നാലും പുള്ളി അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധനങ്ങൾ അടുപ്പിച്ച് കൊടുത്താൽ പുള്ളി പെട്ടെന്ന് അത് റെഡിയാക്കും. ഇപ്പം നമ്മൾ ആ റെഡിയാക്കിയ സ്ഥലത്ത് ഇഷ്ടിയെ വെച്ച് ഇതേമാരെ കെട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ അടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് ലെവൽ ചെയ്യാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ സിമൻറ്റ് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മളത് ഫിനിഷിങ് ആയിട്ട്, അതായത് ചാന്ത് വെച്ച് മിനുക്കിയിട്ട് ആണ് നമ്മൾ വെള്ളം ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പ്ലേസ്മെൻറ്റിനുള്ള മെറ്റീരിയൽ അതിൻ്റെ റിക്വയർഡ് റേഷ്യോയിൽ നമ്മൾ മിക്സ് ആക്കുകയാണ്. അതിനായിട്ട് ഞാൻ 4 ചട്ടി മണ്ണ്, 5 ചട്ടി മെറ്റലാണ് എടുത്തതാണ്. പിന്നെ 1 ചട്ടി സിമെൻറ്റാണ് ഈ കോൺക്രീറ്റ് പ്ലേസ്മെൻറ്റിന് വേണ്ടി എടുത്തതാണ്. അത് എൻ്റെ ടാങ്കിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഞാൻ ഇത്രയും റേഷ്യോ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ടാങ്കിൻ്റെ വലുപ്പം അനുസരിച്ച് ഓരോരുത്തരുടെയും ഈ റേഷ്യോയിൽ വ്യത്യാസം വരും. നമ്മുടെ കോൺക്രീറ്റ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് തേക്കാന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി തേച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടാണ്, ഓരോ ദിവസം ഇടവിട്ടിട്ടാണ്. കാരണം കോൺക്രീറ്റിന് ക്യൂറിങ് ടൈമൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഇങ്ങനെ വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമെൻറ്റ് തേച്ചിട്ട് മാത്രം അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിൽക്കില്ല, വെള്ളം അടിയിലോട്ട് ഇറങ്ങിപ്പോകും. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാന്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ലീക്കൊന്നും ഉണ്ടാവില്ല. ഇത് ചാന്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് 3 ദിവസം ഇതിനകത്ത് വെള്ളം കയറ്റിയിടും. വെള്ളം കയറ്റിയിട്ടിട്ട് ലീക്ക് ടെസ്റ്റും മോസ്റ്റ് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നമുക്ക് നൈസായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചെയ്ത് കഴിയാൻ കാത്തുനിന്ന് മഴ വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ വെള്ളം അടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പണിയെല്ലാം വേസ്റ്റായി പോകും. അതില്ലാതിരിക്കാനായിട്ട് മാക്സിമം പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാറ് മൂടുന്ന ഷീറ്റൊക്കെ വെച്ചിട്ട് മൂടിയിട്ടിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നോക്കി അതെന്താണെന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്യാം. രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഷീറ്റെല്ലാം സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനകമൊന്നും ഇങ്ങനെയുണ്ട് നോക്കാം.
അപ്പോൾ നമ്മൾ രാവിലെ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഡാമേജ് ഒന്നും നമ്മുടെ ടാങ്കിന് പറ്റിയിട്ടില്ല. ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു ഷീറ്റിന്, അതുകൊണ്ട് വെള്ളം വീണപ്പോൾ ആ സിമെൻറ്റ് അവിടെ നിന്ന് അല്പം ഇളകി പോയിട്ടുണ്ട്. നമുക്ക് തന്നെ അത് റെക്ടിഫൈ ചെയ്തെടുക്കാവുന്നുള്ളൂ. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ സിമെൻറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കി കളഞ്ഞാൽ മതി. അത് പിന്നീട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇനി നെക്സ്റ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ വെള്ളം നിറച്ചിടാൻ പോവുകയാണ്. ലീക്ക് ടെസ്റ്റ് ഉണ്ടാകുന്ന അറിയാനാണ്. ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് വെള്ളം നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 ദിവസം വെള്ളം നിറച്ചിടുക. ആ വെള്ളം പിറ്റേ ദിവസം അത് വെള്ളം അനങ്ങിയിട്ടില്ല, അത് സ്റ്റേബിളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് ഓക്കെയാണ്. അതല്ല വെള്ളം താഴ്ന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കിന് ലീക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. മഴ പെയ്ത് നിറച്ച് വെള്ളം കയറി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ടാങ്കിൻ്റെ പണിയൊക്കെ കാണുന്ന പോലെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. തേച്ച് മിനുക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ടാങ്കിൽ ഫുള്ളായിട്ട് ഇത്രയും ഹൈറ്റിൽ, അതായത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം നിറച്ച് ലീക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വെച്ചാൽ, പക്ഷേ ഇന്നലെ രാത്രിയിൽ മഴ പെയ്ത് ഇതെല്ലാം നാശമായി. അപ്പോൾ ഇനി നമ്മൾ ഈ രണ്ടാമത് ഈ വെള്ളം ഫുള്ള് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് വേണം നമുക്കിനി പെയിൻ്റ് അടിക്കാൻ. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ 3 ദിവസം ഇന്നത്തെ വെള്ളം കയറ്റിട്ടതിന് ശേഷമാണ് നമ്മൾ മീൻ ഇന്നത്തെ ഇറക്കുള്ളൂ. അല്ലെങ്കിൽ ഈ സിമെൻറ്റിൻ്റെ കാരൊക്കെ കൊണ്ട് മീൻ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം പൊളിഞ്ഞ്. അപ്പോൾ ഇനി രണ്ടാമത് ഇത് ഡ്രെയിൻ ഔട്ട് ചെയ്യുക, അതിന് ശേഷം പെയിൻറ്റ് അടിക്കുക. അല്ലെങ്കിൽ അതിൽ ബബിൾസ് വന്നിട്ട് പെയിൻറ്റ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അടിച്ചെല്ലാം വെറുതെ ആവുകയും ചെയ്യും, ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ ചട്ടിയിലൊക്കെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഈ പായലും അതുപോലെ തന്നെ അഴുക്കെല്ലാം ചീക്കളഞ്ഞിട്ട് നമുക്ക് ചട്ടി ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മുടെ കുട്ടീസൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, സിസ്റ്റേഴ്സിൻ്റെ. അപ്പോൾ എല്ലാവരും ഫുൾ ഓണാണ്. അവർ ഓൾറെഡി അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അവരതുമേന്ന് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പായലെല്ലാം. ഇനി അത് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കുക. വർക്കിലൂടെ നമ്മൾ അടക്കാൻ വേണം. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഫിനിഷ് ആക്കിയെന്ന് വെച്ചാൽ മതി. കെയിലൊക്കെ ശരിക്കും ഓണാണല്ലേ കെയിൽ? യെസ്. അപ്പോൾ ജോഷുവാണ് ലീഡ് ചെയ്യാൻ പോണത്. ജോഷുവാ, അപ്പോൾ നമുക്ക് ഇവിടെ ബീഡിങ് പോലത്തെ പാലൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് അവിടെ പെയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പാലിളകി പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് കൊണ്ടും പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സർഫസ് ക്ലീൻ മറ്റാക്കി ചെയ്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് അടിച്ച് ചട്ടിയൊക്കെ കൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടാങ്കിനും ഒരു ലുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ലെറ്റ്സ് ഗെറ്റ് ബാക്ക് വാക്ക് ടു ടാങ്ക്. ഓക്കെ. ക്ലീനിങ് ഒരുമാതിരി ഫിനിഷ് ആയിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലീനിങ് ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടികളാണ്. ഇപ്പം ഞാൻ പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ശ്രമം നടത്താൻ പോവുകയാണ്. നമ്മളിപ്പോൾ 1 ലിറ്ററിൻ്റെ സർഫ കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്രൂഫ്. ഇപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന പെയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഇത് ബ്ലെൻഡ് ചെയ്തെന്നാണ്. വേറെ ഇതൊരു വൈറ്റ് ആയിരുന്നു, ഇതിൻ്റെ ഷെയ്ഡ് കൊടുത്താണ് വൈറ്റാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ബ്ലൂ കളറിലൊരു പെയിൻറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് അവർ നമുക്ക് ചെയ്തു തന്നതാണ്. സർഫ കോട്ട്സ് എന്നാണ് ഇത് ഇട്ടേക്കുന്നത്. വാട്ടർ പ്രൂഫ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് പ്രൂഫ് ഇട്ടിട്ടുണ്ട്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കൊടുത്തത് 340 രൂപക്കാണ് 1 ലിറ്ററിൻ്റെ സർഫ കോട്ട്സ് പെയിൻറ്റ് നമുക്ക് കിട്ടിയത്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഇത് അടിക്കാനായിട്ട്. ഒറ്റ കോട്ട് അടിച്ചാൽ മതി. ഇതിൽ ടാങ്കിൽ നമ്മൾ ഇതടിക്കുന്ന സമയത്ത് വേറെ പ്രൈമറാ അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റിൻ്റെ കോട്ടിങ് ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഇത് പറഞ്ഞത്. ഞാനിപ്പോൾ ഓൾറെഡി ഷെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തുറക്കണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് പോവാം. ഇപ്പോൾ സമയം ഒരു 12 അടുത്തായിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും രാത്രിയിൽ എന്തായാലും മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം പഠിച്ച് കംപ്ലീറ്റ് ആക്കിയാണ് ഇപ്പം. നമുക്ക് നോക്കാം.
അതായത് ഇപ്പോൾ വീണ്ടും നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ മഴ പെയ്തേക്കാണ്. നമ്മൾ മൂടിയിട്ടുണ്ടായിരുന്നെങ്കിലും വെള്ളം അത്യാവശ്യം കയറിയിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട് ടാങ്കിൽ. ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഇപ്പോൾ മഴ കിട്ടണത്. ആദ്യം നമ്മൾ ഗ്രൗട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്ത് നമ്മൾ വീണ്ടും റെക്ടിഫൈ ചെയ്ത് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇനി ഈ വെള്ളം ഡ്രൈൻ ഔട്ട് ചെയ്തിട്ട് നമുക്കത് കളഞ്ഞ് ടാങ്കെല്ലാം വൃത്തിയാക്കി ആയിട്ട് നമുക്ക് വീണ്ടും അത് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. ബബിൾസ് വന്ന പെയിൻ്റ് എല്ലാനും, അല്ലെങ്കിൽ അവിടെ നിന്ന് പെയിൻറ്റ് പൊളിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ടാങ്ക് റീപെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇളക്കി കളഞ്ഞ പെയിൻ്റ് എല്ലാം ഇതോടെ ബ്രഷ് വെച്ച് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് റീപെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് നമ്മൾ ആ ബബിൾസ് വന്ന ഏരിയയിലത്തെ പെയിൻറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ് ടാങ്കിൻ്റെ. അപ്പോൾ ആ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യുക. ബബിൾസ് ഒന്നും വരാതെ നോക്കുക. നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് വെയിലും അതുപോലെ മഴ പെയ്യില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് 3 ദിവസം വെള്ളം കയറ്റിയിട്ട് ഇപ്പോൾ ഡ്രൈൻ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഗപ്പിനിട്ടുണ്ടായി ചാകില്ല എന്നറിയാൻ വേണ്ടിയിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, മീൻ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിൻ്റെ മേളിലൊരു ഗ്രില്ലടിച്ചിടണം. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന ഇടയിൽ ഒരു ഗ്രില്ലടിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ ഗ്രില്ലുമൊക്കെ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ടാങ്കിന് മേളിൽ ഫിക്സ് ആക്കാം. അതിനിടയിൽ നമുക്ക് അക്വേറിയം ഷോപ്പിൽ പോയി മീനെ വാങ്ങിച്ച് തിരിച്ച് വന്ന ഉടനെ സെറ്റാക്കാം. ഓക്കെ, നമ്മൾ അക്വേറിയം ഷോപ്പിലോട്ട് പോയിട്ട് മീനെ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിരുന്നില്ല. അക്വേറിയത്തിൻ്റെ ആ സെയിം ഷോപ്പിൽ തന്നെ പോയിട്ടാണ് നമ്മൾ മീനെയൊക്കെ വാങ്ങുന്നത്. ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് മീനെ ടാങ്കിലോട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് മീനെല്ലാം കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച മീൻ ഡയറക്റ്റ് ടാങ്കിലോട്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആവാനായിട്ട് ആ മീനെ ഒന്ന് ടാങ്കിൽ ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നല്ലതായിരിക്കുള്ളൂ.